എന്റെ പൊന്നു നാത്തൂനെ, എനിക്ക് ഈ കല്യാണം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ പെണ്ണ് അവനെ കെട്ടുള്ളൂ പറഞ്ഞിട്ട് ഒറ്റക്കാലം നിൽക്കുവല്ലേ, വേറെ ആരെയും അവള് കെട്ടിയല്ലെന്ന്. ഇറങ്ങിപ്പോയ നാണക്കേടല്ലേ, അതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തതാ, ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ സുമേ. ഇന്നലെ കല്യാണം ഉറപ്പിലും കഴിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവളുടെ വിധിയെന്ന് വിചാരിക്കും. അവളുടെ തലവരെ മാറ്റാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റിയല്ല. ചെറുക്കന്റെ അമ്മ എന്നെ വിളിച്ചത് കേട്ടോ, ചേച്ചീന്ന്. എന്നെ കഴിഞ്ഞ് ഒരു 10 വയസ്സ് കൂടുതലുണ്ട് ആ തള്ളക്ക്. ഓ, ആന്റീന്ന് വിളിക്കാഞ്ഞത് ഭാഗ്യം. ശോ, എന്റെ പൊന്നു നാത്തൂനെ, എന്നെ കണ്ട അത്രയും പ്രായം തോന്നുന്നു നാത്തൂനെ? പ്രായമൊന്നും തോന്നുന്നൊന്നും ഇല്ലടി നിന്നെ കണ്ടാല്. അത് പിന്നെ ഇപ്പൊ ഒരു ബഹുമാനം കൊണ്ട് വിളിച്ചതായിരിക്കും. ഇതിപ്പോ പേര് വിളിക്കുന്ന എങ്ങനെയാന്ന് ഓർത്തിട്ടെ അങ്ങനെ വിളിച്ചതായിരിക്കും. ആ, അതോർത്താ ഞാന് സമാധാനിക്കുന്നത്. എങ്ങനെ ബഹുമാനിക്കാതിരിക്കും? പെണ്ണിനെ കിട്ടാത്ത ഈ കാലത്തെ മകൻ ഏതായാലും ഒരു പെണ്ണിനെ ഒപ്പിച്ചില്ലേ, ഇനി പെണ്ണിനെ അന്വേഷിച്ച് കഷ്ടപ്പെടണ്ടല്ലോ. പിന്നെ ബഹുമാനിക്കാതിരിക്കൂ? ചെറുക്കന് പെയിന്റിങ്ങിന്റെ പണിയാന്നല്ലേ പറഞ്ഞതല്ലേ? അതും കൂലിക്ക് പോകുന്നത്. പെണ്ണാണെങ്കിൽ ഒരു BSc നേഴ്സും. ആന്നേ, ഇവളുടെ കൂട്ടുകാരുടെ വീട്ടിലങ്ങാണ്ട് പെയിന്റ് അടിക്കാൻ വന്നതാന്ന് ഇവൻ. ഇവളാ കറക്റ്റ് സമയത്ത് അവിടെ പോവുകയും ചെയ്തു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് അന്ന് തന്നെ പിന്നെ കൂട്ടുകാരി വഴി ചോദ്യമായി, പറച്ചിലായി, നമ്പർ മേടിക്കലായി, അങ്ങനെ അങ്ങാണ്ട് പറയാൻ പോയതാ. എന്റെ ദൈവമേ, ഈ സാധനത്തിനെയൊക്കെ വെറുതെ BSc നേഴ്സ് ആകാൻ വേണ്ടി പഠിക്കാൻ വിട്ടതാ. +2 കഴിഞ്ഞപ്പോ വല്ല തയ്യലും പഠിപ്പിച്ചാൽ മതിയായിരുന്നു മാണ്ടിനെ. ഈ കല്യാണയോഗം എന്നൊക്കെ പറയുന്നത് വിധിച്ചതേ നടക്കൂളൂ സുമേ. എന്തൊക്കെ വിധിയാന്ന് പറഞ്ഞാലും നല്ല വിഷമമുണ്ട് നാത്തൂനെ. ഇല്ലാത്ത കാശ് ലോണും എടുത്ത് കടം മേടിച്ചും പെണ്ണിനെ പഠിപ്പിച്ചത് അതിനൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഈ ചെറുക്കൻ പെയിന്റിങ്ങിന് പണിയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വേണ്ടില്ല. ഇത് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളൂ, ഒരു +2 പോലും പോയിട്ടില്ല. അത് ഓർത്തിട്ടെ എനിക്ക്. പിന്നെ മഴക്കാലമായി നിനക്ക് പണി ഉണ്ടാവുമോ? നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഒക്കെ ഓർക്കുമ്പോ ഉണ്ടല്ലോ, അത് വിധി അതായിരിക്കുന്നേ. അത് മാറ്റാൻ ഇപ്പൊ ആരെ കൊണ്ടും പറ്റിയല്ല. ചങ്ക് പൊട്ടും എന്റെ നാത്തൂനെ, ഇനി അങ്ങോട്ടുള്ള അതിന്റെ ജീവിതം ഓർത്തിട്ട്. നല്ലൊരു ജോലി ഇവക്കുണ്ടെങ്കിൽ അതുപോലെ നല്ല ജോലിക്കാരനെ കിട്ടുമല്ലോ. അങ്ങനെ പെണ്ണ് നല്ല രീതിയിൽ ജീവിക്കുമല്ലോ, നമ്മളെ പോലെ ഒന്നും ആയി പോയിയല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇതൊക്കെ. ഇങ്ങനത്തെ പണി കാരണവന്മാരോട് കാണിക്കുമെന്ന് വിചാരിച്ചോ? എന്തോരം പറഞ്ഞു കൊടുത്താലും മനസ്സിലായി ഏല. ഇത് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഈ പെണ്ണിന് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളൂ, ഈ ചെറുക്കന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ. ഇതുങ്ങളൊക്കെ തമ്മിൽ ചേരുവോ? എനിക്കറിയാൻ മേലെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടേന്ന് ഈ പെണ്ണ്. നീ ഒന്ന് സമാധാനിക്ക്. ഇനി എങ്ങാനും ചെറുക്കന് പണിയില്ലാണ്ട് ആയാലും കുഴപ്പമില്ല, ഇവള് പട്ടിണി കിടക്കിയാലല്ലോ. ഇവക്ക് സ്വന്തം കാര്യം നിൽക്കാനുള്ള വരുമാനം ഉണ്ടല്ലോ. നീ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കിനി. ഇപ്പൊ അതിന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താടി, നിന്റെ പെയിന്റർ ഇന്ന് വിളിച്ചില്ലേ? ദേ അമ്മായി, അവനൊരു പേരുണ്ട്, രാഹുൽ. അത് പറഞ്ഞാ പോരെ? അല്ല, ഈ രാഹുൽ പെയിന്റർ അല്ലേ? അതുകൊണ്ടാണ് പെയിന്റർ എന്ന് പറഞ്ഞത്. പിന്നെ പെയിന്റർ കയറി ഡോക്ടർ എന്ന് പറയാൻ പറ്റുമോ? ആ, അപ്പൊ മാഡം ജോലിക്കാരിക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരു കുറച്ചിലായിട്ടൊക്കെ തോന്നുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിയാപ്പൊ. ഞാനെന്തായാലും പോവാ സുമേ, ഞാൻ ഇറങ്ങുവാ. ചെറുപ്പത്തിലെ നല്ല തല്ലു കൊടുത്ത് വളർത്തണമായിരുന്നു. ഇനി കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എടി, നീ അമ്മായിയോട് എന്ത് തർക്കുത്തരവാടി പറഞ്ഞത്? നീ എന്തോ അമ്മായിയോട് വേണ്ടാതീനം പറഞ്ഞിട്ടുണ്ട്. അമ്മായിയുടെ പോക്ക് കണ്ടാ അറിയാം. അമ്മ, ഞാനൊന്നും പറഞ്ഞില്ല. രാഹുലിനെ വെറുതെ പെയ്തർ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നതാ. അവനൊരു പേരുണ്ടല്ലോ, അത് പറഞ്ഞാ പോരെന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഒരാളുടെ തൊഴിലും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? ഓ, എന്റെ പൊന്നെ, എന്നാ അവനെ രാജകുമാരൻ എന്ന് വിളിക്കാം. രാജകുമാരനല്ലേ എന്ന് വെച്ചാല്. അമ്മ, ജോലിയും പണവും ഒക്കെയാണോ ഏറ്റവും വലുത്? മനസ്സിൽ സ്നേഹം, നന്മ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വേണ്ടേ? അത് രാഹുലിന് വേണ്ടുവോളം ഉണ്ട്. നല്ല സ്നേഹമുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. എനിക്ക് അത് മതി. സ്നേഹത്തെ കുറിച്ചൊന്നും നീ വലിയ പ്രസംഗം നീ നടത്തണ്ട. ആ പറയുന്ന സാധനം നിനക്ക് കാരണവന്മാരോടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് നീ ഈ പണി നീ കാണിക്കുകയല്ല. അവള് സ്നേഹത്തെ കുറിച്ച് അവള് പ്രസംഗിക്കുന്നവള്. അമ്മ, ഞാൻ മിണ്ടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത്. എന്തുമാത്രം നല്ല ആലോചന നിനക്ക് വരുന്നത്. മിനിഞ്ഞാന്ന് കൂടെ വന്ന ഒരു UK കാരന്റെ ആലോചന. ഈ ആലോചന മൊത്തം നിനക്ക് വരുന്നത് നിന്റെ ജോലി കണ്ടിട്ടാ. മിനിഞ്ഞാന്ന് വന്നത് എന്തൊരു നല്ല ആലോചന. ചെറുക്കനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ നിന്നെ കൊണ്ടുപോകാനും പറ്റുമായിരുന്നു. നിനക്ക് എത്ര സൗകര്യത്തിൽ നല്ല സുഖമായിട്ട് ജീവിക്കാം. ഇതൊന്നും ഓർക്കാണ്ട് അവള്. അമ്മ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെയല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. രാഹുലിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അതെന്താ അമ്മയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഓ, എനിക്ക് ആ പേര് എനിക്ക് കേൾക്കരുത്. കല്യാണം ഉറപ്പിച്ചെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ നിന്നിട്ട് നീ ധൈര്യത്തിൽ അവന്റെ പേര് പറഞ്ഞോണ്ടല്ലോ, ഞാൻ മോതി അടിച്ച് ഞാൻ പൊളിക്കും ഞാൻ. ഉണ്ട്, എനിക്ക് ആ പേരെനിക്ക് കേൾക്കുന്നത് ഇപ്പൊ എനിക്ക് അരിശം. എനിക്ക് എടി, നിനക്ക് യോഗമില്ലടി, യോഗമില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെൺപിള്ളേരായാലും കുറച്ച് യോഗം വേണം. നീ ഒരു കാര്യം മനസ്സിലാക്ക്. നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, അവൻ ആ കൂടി ഉള്ളത് 10ാം ക്ലാസ്സാ. അത് തന്നെ ജയിച്ചിട്ട് പോലും ഇല്ലെന്നാകണ്ടാ എനിക്ക് തോന്നുന്നത്. പേരും ഇൻഷലും കറക്റ്റ് ആയിട്ട് എഴുതിയ ഇന്നത്തെ കാലത്ത് 10ാം ക്ലാസ് ജയിക്കാം.
അതുപോലും ജയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ചേർന്ന് പോവുകയില്ല. കാരണം നിങ്ങളുടെ ആശയങ്ങൾ രണ്ടും പലതായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും രണ്ടും രണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെ സ്വരച്ചാർച്ചയില്ലായ്മ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് വായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലമ്മേ, ഞാൻ ഇപ്പോഴും ഫോണിൽ സംസാരിക്കുന്നതല്ലേ. നല്ല സ്നേഹമുള്ള ആളാണ്. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകുന്ന എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാന്ന് വിചാരിക്കുന്നത്. എന്റെ പൊന്ന്, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്നതൊന്നും അല്ല എന്റെ കുഞ്ഞെ ജീവിതം. നീ അന്ന് അവിടെ പെയിന്റ് അടിക്കാൻ വന്നപ്പോ കണ്ട പരിചയമല്ലേ നിനക്കുള്ളൂ. പിന്നെ നിനക്ക് ഈ ഫോണിൽ കൂടെ ഒരാൾ പരിചയമല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഓരോരുത്തർ അവരുടെ ഏറ്റവും നല്ല സ്വഭാവമാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അതൊന്നും ആയിരിക്കില്ല യഥാർത്ഥ ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ. ഞാനൊരു കാര്യം പറഞ്ഞു, നിനക്ക് ഇനി ആലോചിക്കാൻ സമയമുണ്ട്. കല്യാണം ഉറപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നീ ഒന്നും കൂടി ഒന്ന് ആലോചിക്കും. നിങ്ങൾ എല്ലാവരും സമ്മതിച്ച് കല്യാണം ഉറപ്പിച്ചതല്ലേ, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. എനിക്ക് എന്തായാലും ഈ കല്യാണം തന്നെ മതിയമ്മേ. യോഗമില്ലടി നിനക്ക്, ഞങ്ങൾക്കും ഇല്ല. ഇവരാരും എന്താ എന്റെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാത്തത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയില്ലേ? ആ സിന്ധു അല്ലേ അത്? സിന്ധു, വീട്ടിലാരാ കുറെ വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞേ? നാത്തും വന്നപ്പോ പറഞ്ഞു അവിടെ കുറെ പേരെ കണ്ടുവന്ന്. അതെ, പെണ്ണിന്റെ കല്യാണ ഉറപ്പീരായിരുന്നു. ഇപ്പൊ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നത്, അതാ ആളെ കണ്ടത്. അത് ശരി, ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു. ഞാനേ പറയാൻ വേണ്ടി അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആ ആ അല്ല, ചെറുക്കൻ എന്നാ ചെയ്യുന്ന ജോലി എന്നാ? ചെറുക്കൻ പല്ലിന്റെ ഡോക്ടറാ. ആ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, പിന്നെ വരാം. ആ ആരായിരുന്നു മേപ്പത്ത്? നിന്റെ അമ്മയുടെ നായര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ സിന്ധുവിന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചെന്ന്, ആ സുജനയുടെ. ചെറുക്കൻ ദന്ത ഡോക്ടർ. എന്താണെങ്കിലും ഡോക്ടർ ആണല്ലോ. ഓ, അതാണ് ആ പെണ്ണ് വെറും ഡിഗ്രി മാത്രമേ ഉള്ളൂ, BA എങ്ങാണ്ട് വരെ പഠിച്ചതേ ഉള്ളൂ ആ പെണ്ണ്. ഇവിടെ എനിക്കുണ്ടൊരു മകള്, BSc നേഴ്സാ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലടി, പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വേണം. അത് നിനക്കില്ലല്ലോ. ഓ, ഏത് നേരം ഈ മുറിക്കകത്ത് കയറി എന്തെടുക്കുവാടി നീ? ഒന്നുമില്ലെങ്കിൽ അവനെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കും, ഇല്ല അവനെ ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കാലോ. ഓർക്കാൻ പറ്റിയാൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ഞാൻ എല്ലാ ദിവസവും വീട്ടിലിങ്ങനെ ഇരിക്കുവാണോ? എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകൂലേ? ഇതിപ്പോ ഒരു ദിവസം ഓഫ് ഉള്ളപ്പോഴല്ലേ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ആ, ഒരു ദിവസം ലീവ് കിട്ടുമ്പോഴേ ഇനി ഇതുപോലെ കുത്തിയിരിക്കാനൊന്നും നിനക്ക് നേരം കിട്ടിയാലേ ഇഷ്ടം പോലെ വീട്ടുപണികൾ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ നീ തന്നെ ചെയ്യേണ്ടി വരും. അവന്റെ അമ്മ എന്താണ്ട് പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകുന്നതാ. അവന്റെ ജോലിക്ക് അനുസരിച്ച് ഇവിടെ ഒരു ചെറുക്കനെ കിട്ടുവാണെങ്കിൽ നല്ല രണ്ടുപേർക്ക് നല്ല വരുമാനം ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരിനെ ഒക്കെ വെക്കാം. ഇത് അവിടെ പോയി കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ പണിയെടുത്ത് വീട്ടിൽ വന്ന് വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇതുപോലെ ജോലി ഉള്ള ഒരു ജോലിക്കാരെ കിട്ടിയില്ലെങ്കിലേ ഉള്ള ബുദ്ധിമുട്ട് എന്റെ മോള് അമ്മ പറയുന്നത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അറിയാത്ത പിള്ളയെ അറിയാൻ പോകുന്നേ ഉള്ളൂ. എത്ര കഷ്ടപ്പാടാണെങ്കിലും സ്നേഹിച്ച ആളോട് ജീവിക്കുന്നതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. രാഹുലിന് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറുമാണ്. പാവം, എല്ലാരും കൂടി എന്തിനിങ്ങനെ അപമാനിക്കുന്നത്? എങ്ങനെ ഇരിക്കുന്നിപ്പം? ഏ ഏതായാലും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് അവിടെ പിടിച്ച് നിൽക്കായിരുന്നു. വാശി പിടിച്ച് കല്യാണം കഴിച്ചെങ്കിലേ ജീവിച്ച് കാണിക്കണം. അങ്ങനെ പെൺപിള്ളേര് ചെയ്യേണ്ടത്. മനസ്സിലായോ? അമ്മ, എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ. രാഹുലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുന്നില്ല. എനിക്ക് രാഹുലിന്റെ കൾച്ചറൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് ഞാനങ്ങ് നാണം കിട്ടുപോയി. അവിടെ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരോടൊക്കെ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അറിയില്ലെന്നേ. ശോ. പിന്നെ ഇവിടെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇംഗ്ലീഷ് ഒരക്ഷരം പറയാൻ പറ്റുന്നില്ല. അന്നേരം 10ാം ക്ലാസ് വരെ പഠിച്ചവൻ ഇംഗ്ലീഷ് പറയേണ്ടത്. ഒന്ന് പോവച്ചേ അവിടുന്ന്. അമ്മ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബന്ധം പിരിയണം. എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാ. ഉമ്മ മിണ്ടരുത് നീ. താലി കിട്ടുന്ന എന്താ കല്യാണം, എന്താ കുട്ടിക്കളിയാന്ന് വിചാരിച്ചോ നീ? മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോയി ജീവിച്ചോടെ. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ ഒന്നും തന്നെ നിർത്താൻ പറ്റിയല്ല. നീ ആള് കൊള്ളാലോ. അവന്റെ അമ്മ എങ്ങനെയാ? അമ്മായിയമ്മ പോരുണ്ടോ? അവിടുത്തെ അമ്മയൊക്കെ ഒരു പാവമാ. എന്നോട് ഭയങ്കര സ്നേഹം. മോളെ മോളെ എന്ന് വിളിച്ച് എപ്പോഴും പുറകെ നടക്കും. എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കത്തില്ല. ആ, അവന് പിന്നെ മദ്യപാനം, മയക്കുമരുന്ന്, വീടി വലി, സിഗരറ്റ് വലി, അങ്ങനെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? ഓ, മദ്യപാനം അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ല. അതിന്റെ ഒന്നും മണം അടിക്കുന്നത് പോലും രാഹുലിന് ഇഷ്ടമില്ല. ഇല്ല, നിന്നോട് സ്നേഹമുണ്ട്. എനിക്കാണെങ്കിൽ പുറത്തേക്ക് പോകേണ്ട പേപ്പേഴ്സ് ഒക്കെ ഏകദേശം ശരിയായതാ. പക്ഷെ അവൻ അത് അറിഞ്ഞപ്പോ മുതൽ കരച്ചില്ല, എന്നെ വിടൂല. ആ, പിന്നെ എല്ലാം കൊണ്ടും ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകുന്നില്ല, അല്ലേ? ആ, അതെങ്ങനെയാ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല.
ആ ആ ആ ആ ആ ഹ, ആ ആ എന്തൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ആകാത്തതാണ് ഈ അമ്മ ഇവിടെ കിടന്ന് വായിട്ട് അലച്ചത് 2 കൊല്ലം മുമ്പ്. ഏ നിനക്കത് മനസ്സിലാകാൻ 2 കൊല്ലം വേണ്ടി വന്നു അല്ലേ? ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത ബന്ധമായിട്ടാ മോനെ എനിക്ക് തോന്നുന്നത്. നിനക്ക് ഈ ബന്ധം വേറെ പെടുത്താൻ തക്ക ഒന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. അല്ലെങ്കിൽ അവിടുത്തെ അമ്മായിയമ്മേനെ കൂടെ നീ പൊറുതി മുട്ടി ഇരിക്കുവായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവിടെ നിർത്തിയാലായിരുന്നു. ഇവരൊരു ദുഷ്ടനും തല്ലിപ്പുളിയായിരുന്നെങ്കിലും നിന്നെ ഞാൻ അവിടെ നിർത്തിയാലായിരുന്നു. അപ്പൊ പിന്നെ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ മോൾ അവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. കേട്ടോ? ആ ഇനി അവനെ പഠിപ്പിച്ച് ജോലിക്കാരനാക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റിയല്ല. 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ. ആ ഇനി അതും പാസ്സായി, +2 പാസ്സായി. അതൊന്നും നടക്കില്ല. അവന് ഇംഗ്ലീഷ് പഠിപ്പിലൊന്നും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ മോള് അതാണ് കിട്ടിയ ജീവിതം എന്ന് വിചാരിച്ച് അവിടെ പോയി നിന്നോണം. മിണ്ടരുത്. ആ